ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കംബാക്ക് ആയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ മൈക്ക് സെറ്റായി വന്നേക്കാണ്. കോഴ്സ് ഞാൻ റിട്ടേൺ അയക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ആമസോൺകാർ വന്നില്ല, എന്തോ ഒരു പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ തന്നെ യൂട്യൂബിൽ നോക്കി എന്താണ് എൻ്റെ മൈക്ക് എൻ്റെ ഫോണായിട്ട് സെറ്റ് ആവാതെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ഒരു ടെക്നിക്കൽ എറർ ആയിരിക്കും, അപ്പോൾ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്ക് ഫോണ്. അപ്പോൾ ഞാനൊന്ന് റീസെറ്റാക്കി, റീസെറ്റ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ പറയുക, നമ്മൾ പിന്നെ മൈക്ക് വെച്ച് നോക്കിയപ്പോൾ ആ സാധനം കിട്ടി നമുക്ക്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇതെന്തത് റിട്ടേൺ എന്ന് വെച്ചാൽ റിട്ടേൺ അല്ല, റീപ്ലേസ്മെൻ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് എന്താ ശരിയാവാത്തതെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം അത് ക്യാൻസലായി പോയി, ആരും വരുന്നില്ല. അപ്പം ഞാൻ പിന്നെ തീരുമാനിച്ചു എന്തായാലും നോക്കി നോക്കാം, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ, ഇത് ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് ഇത് കംപ്ലൈൻ്റ് ആയെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മനസ്സിലായത് മൈക്കിൻ്റെ അല്ല, ഫോണിൻ്റെ ആണെന്ന്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മളൊരു എന്താ പറയുക, മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാനൊരു നല്ലൊരു കംബാക്ക് കൊടുക്കാനാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. കോഴ്സ് നമ്മുടെ ഫാറ്റ് ലോസ് വീഡിയോ ഇപ്പോൾ നന്നായി പോകുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ മൈക്ക് എന്താ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരേ പൊടി പൊടിക്കാനുള്ള പ്ലാനാണ്. കോഴ്സ് നമ്മൾ ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം നമുക്ക് കിട്ടില്ല. നമുക്ക് ചില സമയത്ത് തോന്നുന്നത് എന്തത് ഒന്നും ശരിയാവണില്ലല്ലോ, ഒന്നും ശരിയാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ അതിൻ്റെ സൊല്യൂഷൻസ് ചിലപ്പോൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവും, പക്ഷെ നമ്മളത് കാണുന്നില്ലാത്തതാണ് പ്രശ്നം. നമുക്കൊരു എന്താ പറയുക, പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എന്താ പറയുക, അയ്യോ എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ഇതാവും. ഞാനും ഭയങ്കര ഡൗൺ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്, കാരണം മൈക്ക് ശരിയാവുന്നില്ല, ഇനി ബാക്കി കാര്യങ്ങൾ എന്താവും എന്നൊക്കെ ചിന്തിച്ച് എന്താ പറയുക, നമ്മൾ സ്ഥിരം വീഡിയോ ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിനി ഇപ്പം എൻ്റെ വ്യൂസും ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഐ തിങ്ക് ഇന്നലത്തെ വീഡിയോ 15, മുമ്പത്തെ വീഡിയോ 3, ഇതൊക്കെ ഷോർട്സിൻ്റെ ആട്ടോ. മെയിൻ വീഡിയോ ഒന്നൊന്നും പിന്നെ അനങ്ങിയിട്ടേ ഇല്ല, അത് ഒന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാനും വിചാരിച്ചു ഈശ്വര എന്തിനാ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്, ഒരു ഉപകാരം തോന്നുന്നില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ പറയുക, എനിക്കെന്തോ തോന്നി ഇന്നലെ, പോരാ നമുക്കിത് സെറ്റാക്കി എടുക്കണം, ഇത് ഇങ്ങനെ പോയാൽ പോരാ. എന്തായാലും മൈക്ക് മേടിച്ചു, ഇനി ഒരു മൈക്കിൻ്റെ ഗതിയോ അത് മര്യാദയ്ക്ക് സെറ്റാവാണ്ട് നമ്മളത് കളഞ്ഞു. ഈ മൈക്ക് നമുക്ക് സെറ്റാന്ന് തോന്നി, എല്ലാം അടിപൊളിയാന്ന് തോന്നി. പിന്നെ എന്താണ് സംഭവിച്ചത്, എന്താ പറയുക, മൊബൈലിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, എന്താ പറയുക, മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ടെക്നിക്കൽ എററാണ്. അപ്പം അതൊന്ന് റീസെറ്റ് ചെയ്തെടുത്തപ്പോൾ സാധനം സെറ്റായി, നമ്മൾ വേറെ മൈക്കിലൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് മുമ്പുള്ള സൊല്യൂഷൻസൊക്കെ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, എല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ തന്നെയായിരിക്കും നമുക്ക് എന്താ പറയുക, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് എന്നാൽ ഈ പ്രശ്നം ഞാൻ മാറ്റി വെച്ചേക്കാം, ഈ പ്രശ്നം എന്നെ തുലച്ചിട്ടേ പോകുള്ളൂ, ഒരു പ്രശ്നവും നമ്മളെ തുലയ്ക്കാൻ പോകില്ല. കോഴ്സ് നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, പാതാളത്തിൽ വരെ തള്ളിത്തായിടാൻ അത് പറ്റും ആ ഒരു പ്രശ്നങ്ങൾ. പക്ഷേ എന്താ പറയുക, നമ്മൾക്ക് തിരിച്ചു വരാൻ പറ്റും. ഒരു കാലത്തും ഒന്നിനെയും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാത്തിനുള്ള സൊല്യൂഷൻസും ഉണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. പിന്നെ ചിലവർ പറയും ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെന്താ പറയുക, ചിലതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കും. നമ്മളപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും എന്താ പറയുക, ആ പ്രശ്നം കാരണം നമ്മുടെ ബാക്കിയുള്ള കാര്യത്തിൽ എഫക്റ്റ് ചെയ്യാതിരിക്കുക. ഞാനും വിചാരിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ വീഡിയോ ഇടാതിരിക്കണോ. ഞാനിത് വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് 2-3 ദിവസത്തേക്ക് വീഡിയോ ഇടയില്ല ഞാൻ. അപ്പോൾ ഈ ആൾക്കാരും വിചാരിക്കും ഞാൻ എന്തോ പോയി. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം തന്നെയുണ്ട്, സ്ഥിരം വീഡിയോ ഇടാത്തവർ എന്താ പറയുക, നമ്മൾ പരമാവധി വീഡിയോ സ്ഥിരം ഇടുന്ന തന്നെ നമുക്കൊരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വിചാരിക്കുകയാണ് മൈക്ക് കേടായി, ഇനി വീഡിയോ ഇടണ്ടെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കില്ല, പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. ഞാനത് തന്നെയാണ് വിചാരിച്ചത്. എന്തായാലും മൈക്ക് വർക്ക് ആവണില്ല, വീഡിയോ ഇട്ട് നോക്കാം, കയറാണെങ്കിൽ കയറട്ടെ. ഞാൻ നോക്കിയപ്പോൾ കയറണില്ല, വ്യൂസും കുറഞ്ഞു. ആകെ എന്താ പറയുക, പാളി. ഇനിയിപ്പോൾ ആരെൻ്റെ വീഡിയോസ് കാണില്ല. പക്ഷെ അത് പോരല്ലോ, എന്താ നമ്മളിതിലെന്തെങ്കിലും ചെയ്യണം. നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് അത് സെറ്റായിക്കൊണ്ടില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തിയേ പറ്റൂ, അത് മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചില പ്രശ്നങ്ങളുണ്ട് നമുക്കിപ്പോൾ. എനിക്കിതിപ്പോൾ എന്താ ഭാഗ്യത്തിന് ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒന്ന് നിർത്തും ഇല്ല, ഞാൻ ഇന്നും വരും, ഇന്നും ഒരു വീഡിയോ ഇടും, എന്തെങ്കിലും വേറൊരു കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ വരും.
ഇത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലും ചെയ്യേണ്ടത്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ ഒരു ഭാഗത്ത് വെക്കുക. നമ്മുടെ കംബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ വേണം പരിശ്രമിക്കാൻ. അപ്പോൾ അത് വൃത്തിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇതാ ഫാറ്റ് ലോസ് ചെയ്യുന്നുണ്ട്, അതിലും ഫെയിലിയേഴ്സ് കാണുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്താ പറയുക, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച 1 കിലോ പോലും കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വരുന്ന നമ്മൾ ഈ ലേറ്റസ്റ്റ് ഇട്ട സൺഡേ ഫണ്ട് വീഡിയോയിൽ നമ്മൾ നിയർലി 2 kgs അടുത്താണ് കുറഞ്ഞത്. പക്ഷെ ചിലപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇതിൽ ചിലപ്പോൾ നമ്മൾ 1 കിലോ കുറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ 1 കിലോ കൂടാം. ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. റിസൾട്ട് എന്തായാലും വരും. പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാൾ, ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് കിട്ടണമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ പോലുള്ള ആളെക്കാളും എത്രയോ എന്താ പറയുക ഇതായിരിക്കും നിങ്ങളെന്ന് ഒന്ന് ആലോചിക്കുക. കാരണം ഞാനൊക്കെ ഏറ്റവും പെട്ടെന്ന് എല്ലാം കിട്ടണം, എല്ലാം വേഗം കിട്ടണം, വേഗം കിട്ടണം, എല്ലാ കാര്യം വേഗം നടക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. ഞാൻ വരെ ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക, എല്ലാം നമുക്കെല്ലാം സമയമെടുത്ത് ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ടൈമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു 2 മണിക്കൂർ വർക്ക് 2 മണിക്കൂറിൽ തീർത്താൽ മതി. അല്ലാണ്ട് 1 മണിക്കൂറിൽ പോയി അത് തീർക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വൃത്തിക്ക് വന്നൊന്നും വരില്ല. സ്പീഡിൽ ചെയ്ത് തീർക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് സ്പീഡിൽ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുക, എന്നാൽ പിന്നെ ഇത് നമ്മൾ എങ്ങനെ പോയാലും 1 മണിക്കൂറിൽ തീർക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടുന്നതിനേക്കാളും നല്ലത് ടൈം എടുത്ത് ചെയ്യുക. സ്പീഡിൽ ചെയ്യുന്നതും എന്താ പറയുക ധൃതി കൂട്ടി ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും ഇന്ന് പറയാനുള്ളൂ. നിങ്ങളുടെ കംബാക്ക് നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ഇടയിൽ എന്താ പറയുക ഒരു ഇതായി നിൽക്കാതെ അടിപൊളിയായി പോകാൻ നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ.